ഇടുക്കി ഏലപ്പാറ റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ് കട്ടപ്പന കുട്ടിക്കാനം ചിന്നാർ 4-ാം മൈലിനടുത്ത് എത്തിയപ്പോൾ ആ ബസ്സിൽ നിന്നൊരു സ്ത്രീ തെറിച്ചുപോയി. ആ സ്ത്രീ മരിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, ആ ബസ്സിൻ്റെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ടോ, ബസ്സിൻ്റെ ഫിറ്റ്നസ് കട്ട് ചെയ്തിട്ടുണ്ടോ, കണ്ടക്ടർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? ഇതൊന്നും ഒരു വ്യക്തതയില്ല. ഇനി ഇതേ സംഭവം ഒരു പ്രൈവറ്റ് ബസ്സിലാണ് നടന്നിരുന്നതെങ്കിൽ ആ ബസ് കസ്റ്റഡിയിലെടുക്കും, ബസ്സിൻ്റെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്യും, ബസ്സിൻ്റെ പറ്റുമെങ്കിൽ ഫിറ്റ്നസ് തന്നെ റദ്ദ് ചെയ്യും, അതിൻ്റെ RC റദ്ദ് ചെയ്യും, പിന്നെ ആ കണ്ടക്ടറോ ക്ലീനറോ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ലൈസൻസ് എല്ലാം റദ്ദ് ചെയ്യും. പിന്നെ കാണാൻ പോകുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട് മുഴുവൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇറങ്ങിയിട്ട് ഈ കാണുന്ന പ്രൈവറ്റ് ബസ് മുഴുവൻ പരിശോധിക്കും, എല്ലാവർക്കും ഫൈനും അടിക്കും, കുറേ എണ്ണത്തിൻ്റെ പണിയും പോകും, കുറേ എണ്ണത്തിൻ്റെ ലൈസൻസ് പോകും, എല്ലാം നടപടിയായിരിക്കും. ഇതേ സ്ഥാനത്ത് KSRTCയിൽ ഈ വക പരിശോധനകളും നടപടികളും ചെയ്യാനുള്ള ധൈര്യമുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്തുണ്ടോ എന്നതാണ് എനിക്ക് അറിയാനുള്ളത്.